ഹലോ പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പല ഓപ്ഷനുകളും പരിചയപ്പെട്ടു വരികയാണ്. അതിൽ ഒരു ഓപ്ഷനാണ്, പല പല ഓപ്ഷനുകളായി ഓരോന്നോരോന്നായി ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അലോ എൻബഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇത് എന്തിനാണ് എന്നുള്ളതാണ്. അറിയുന്നവർ ഒരുപാട് പേർ, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്, പുതുക്കക്കാർക്ക് വേണ്ടി മാത്രമാണ്, തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് ഇടുന്നത്. അലോ എൻബഡി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതൊരു ചെറിയൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാവും. അതായത് അത് ഓഫ് ചെയ്ത് വെക്കണോ ഓൺ ചെയ്ത് വെക്കണോ എന്നുള്ളത്, അതായത് ടിക്ക് ഇടണോ ടിക്ക് ഇടണ്ടേ എന്നുള്ളതാണ്. അപ്പൊ അത് ടിക്ക് ഇട്ടാൽ എന്ത്, ടിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ, ടിക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയും അത് നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയും ചെയ്താൽ അവർക്ക് അത് വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടാവും, ഒരുപാട് ലിങ്കുകൾ വരുന്നുണ്ടാവും. ചിലതൊക്കെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ചിലതെന്നല്ല, അധിക പേരും ആ ടിക്ക് ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് അത് വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. എങ്കിൽ ടിക്ക് ഒഴിവാക്കിയാൽ, ശരിക്കും പറഞ്ഞാൽ ടിക്ക് ഒഴിവാക്കണം. ടിക്ക് ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ വീഡിയോസ് തന്നെ നമ്മൾ ഈ വാട്സപ്പിൽ ആ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബിലേക്ക് പോവുകയാണ്. പിന്നെ യൂട്യൂബിൽ നിന്നാണ് നമുക്ക് ആ വീഡിയോസ് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് യൂട്യൂബിൽ തന്നെ വേറെ വരും. പിന്നെ നമുക്ക് ബാക്ക് അടിച്ച് തിരികോട്ട് വരണം, വീണ്ടും വാട്സപ്പിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ പല ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങളുടെ പ്രധാനപ്പെട്ട വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരായിരിക്കാം. ഇത്തരത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവിടെ വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ കാണുന്നു എന്നത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത വീഡിയോസ് ഒന്നും അവർ കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ ടെൻഡൻസി ഇല്ലാത്തത്? കാരണം അടുത്ത വീഡിയോസ് അവർക്ക് റെക്കമെൻഡേഷൻ ആയി വരുന്നില്ല, അവരത് വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ കാണുകയാണ്. നേരെ മറിച്ച് നിങ്ങൾ ടിക്ക് ഇടാതെയാണ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അവർ നമ്മുടെ യൂട്യൂബിലേക്ക് വരികയും നമ്മുടെ ചാനലിലേക്ക് വരികയും നമ്മുടെ കണ്ടന്റ് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത കണ്ടന്റ് നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോസ് നമ്മളത് കാണും. അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ യൂട്യൂബിൽ തുടർന്നും നമ്മുടെ വീഡിയോസ് കാണാൻ ഇത് ഓപ്ഷൻ നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അപ്പൊ എവിടെ ഉണ്ടാകും എന്ന് വെച്ചാൽ, YT സ്റ്റുഡിയോയിൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ അലോ എൻബഡി എന്നുള്ളതാണ്. ഏറ്റവും അടിയിൽ നിങ്ങൾ വീഡിയോസ് ഇട്ടിട്ട് വരുമ്പോൾ ഏറ്റവും അവസാനമായി കാണുന്നത്. നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത് ടിക്ക് ഇടുകയല്ല വേണ്ടത്, ഉള്ള ടിക്ക് ഒഴിവാക്കുകയാണ് വേണ്ടത് കേട്ടോ. അതൊന്നും കൂടെ അണ്ടർലൈൻ ചെയ്ത് കേൾക്കുക. ഉള്ള ടിക്ക് ഒഴിവാക്കുകയാണ്, അല്ലാതെ ടിക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയല്ല വേണ്ടത്. പിന്നെ ഇത് നിങ്ങളെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ, വലുതായിട്ടൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ മാക്സിമം പറയാറുണ്ട്, മാക്സിമം നിങ്ങൾ ഈ വീഡിയോസ് ഒന്നും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ യൂട്യൂബ് തന്നെ നമുക്കൊരു ഷെയർ ബട്ടൺ തരുന്നുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ ആ ഒരു ലിങ്ക് വഴി അവർക്ക് അതിലുള്ള എല്ലാ വീഡിയോസും കാണാൻ കഴിയും എന്നുള്ളതാണ്. ആ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ അത് ആ വാട്സപ്പിൽ തന്നെ ആ ഒരു വീഡിയോസ് തീരുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പലരും വീഡിയോസ് ഷെയർ ചെയ്യുന്നവരൊന്നുമല്ല, അവർ വീഡിയോസ് ഇടുന്നു പോകുന്നു. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ആർക്കെങ്കിലും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താൽ പോലും അവരത് എങ്ങനെ കാണുന്നു എന്നുള്ളത് ഈ ഷെയർ ചെയ്തവൻ അറിയുന്നില്ല. അതാണ് ഈ ഒരു ഓപ്ഷൻ പലരും ഉപയോഗിക്കാതിരിക്കുന്നതൊക്കെ. അതിന്റെ ഒരു പക്ഷെ അറിയാഞ്ഞിട്ടായിരിക്കാം എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നില്ല, പിന്നെ എന്തിനാണ് നമുക്കത് എന്നുള്ളതായിരിക്കും. നിങ്ങൾ എല്ലാവരും ആ വീഡിയോസ് ഇടുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു ബട്ടൺ അല്ലെങ്കിൽ ആ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം അലോ എൻബഡി എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ചെറിയ ഒരു വീഡിയോസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് തന്നെയാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. പലരും അറിയാത്തവരുണ്ട്. ഓരോരോ ഓപ്ഷനുകൾ അറിയാത്തവർ പലരുമുണ്ട്. അപ്പോൾ ഓരോരോ ഓപ്ഷനുകൾ നമ്മുടെ ചാനലിൽ ഇങ്ങനെ പറഞ്ഞു പോയ നാളൊരു കാലത്ത് നമ്മുടെ ചാനൽ ഒരാൾ നോക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നവർക്ക് തോന്നിപ്പോകും. ദിവസവും വീഡിയോസ് ഇടാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ട്. എങ്കിലും മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോസ് ഈ അലോ എൻബഡി എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. അടുത്ത മറ്റൊരു ഓപ്ഷനുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വിഷയമായിട്ടോ നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരേക്കും ബൈ.